ഓപ്പറേഷൻ നുംകൂർ കേരളത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 126 വാഹനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും അതിൽ 36 വാഹനങ്ങൾ പിടിച്ചു എന്നുള്ള വാർത്തയാണ് ഉള്ളത്. പ്രമുഖ നടന്മാരായിട്ടുള്ള ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് തുടങ്ങിയവരുടെയൊക്കെ കയ്യിലുള്ള ചില വാഹനങ്ങൾ പിടിച്ചിട്ടുണ്ട്. മലപ്പുറം ഭാഗത്തുള്ള ചില യൂസ്ഡ് കാർ ഷോറൂമിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഹനങ്ങളും നിയമവിരുദ്ധമായി രേഖയുണ്ടാക്കി കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഭൂട്ടാൻ സൈന്യത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന പ്രീമിയം കാറുകൾ അവർ അത് വിൽക്കാറാവുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയാറാവുമ്പോൾ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ 10 ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്ന ഒരു സംഘമാണ് ഇതിവിടെ എത്തിച്ചതെന്നാണ് പറയുന്നത്. വേറെ ചില വാഹനങ്ങൾ വിദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള യൂസ്ഡ് വാഹനങ്ങളാണ്. അപ്പോൾ 10 വർഷം വരെയാണ് ഭൂട്ടാനിൽ ഒരു വാഹനം ഉപയോഗിക്കാനുള്ള കാലാവധി. അത് കഴിഞ്ഞ ശേഷം അത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോഴാണ് ഏജൻറ്റുമാർ അത് വാങ്ങിച്ചിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഒന്നുകിൽ അത് ഓടിച്ചുകൊണ്ട് വരാം, അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്, ഇല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കള്ള രജിസ്ട്രേഷൻ വഴി വ്യാജ രേഖകൾ ഉണ്ടാക്കി ആണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം ഏജൻറ്റുമാർ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന വാഹനം അത് 30 ലക്ഷം രൂപയ്ക്ക് വരെ മറിച്ച് കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പ്രമുഖരായിട്ടുള്ള പലവരെയും കളിപ്പിച്ചിട്ടാണ് ഏജൻറ്റുമാർ ഈ കളി ഇവിടെ കേരളത്തിൽ കളിച്ചിട്ടുള്ളത്. കാരണം പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ആഡംബര വാഹനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അവരുടെ രഹസ്യമായിട്ടുള്ള ജീവിതത്തിന് അത് വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഡംബര വാഹനങ്ങൾ ചുളിവിൽ കിട്ടുമ്പോൾ അവരത് വാങ്ങുന്നത് ഒരു പ്രവണതയാണ്. ആ ഒരു മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വഞ്ചിക്കപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ ഏജൻറ്റുമാർ അവരെ വഞ്ചിക്കുകയായിരുന്നു. ഇതിപ്പോൾ സിനിമാ നടന്മാർ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. വേറെയും പല പ്രമുഖരുടെ കയ്യിലും ഇതുപോലുള്ള പഴയ വാഹനങ്ങൾ ഉണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ പുതിയ വേർഷനൊക്കെ കോടികളാണ് വില. അപ്പോൾ വാഹനപ്രേമികളെ സംബന്ധിച്ച് പുതിയ തന്നെ വേണമെന്നില്ല, പഴയത് കിട്ടിയാലും മതിയാവും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സംഘം ഭൂട്ടാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പിടികിട്ടിയിട്ടുള്ളത്. തുടർന്ന് വരുന്ന ദിവസങ്ങൾ ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വരും. ഈ പറഞ്ഞിരിക്കുന്ന വാഹന കള്ളക്കടത്തിലൂടെ മയക്കുമരുന്നും ആയുധങ്ങളും ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ് ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ ഇത്രയും വിപുലമായിട്ടുള്ളത്.